സ്ഥിതി 21 ദിവസത്തെ ഇടക്കാല ജാമ്യത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് മടങ്ങുന്നു. അദ്ദേഹം ജയിലിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും എന്ന് തന്നെയാണ് കെജ്രിവാൾ വ്യക്തമാക്കുന്നത്. അഞ്ജന, 21 ദിവസത്തെ ഇടക്കാല ജാമ്യ കാലാവധി അവസാനിച്ച് തുടർന്ന് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. AAP പ്രവർത്തകർ അടക്കമെല്ലാം അദ്ദേഹത്തെ അനുഗമിക്കുകയും പിന്നീട് അദ്ദേഹത്തെ ഇപ്പോൾ തിഹാർ ജയിലിൽ അദ്ദേഹം മടങ്ങി എത്തിയിട്ടുണ്ട്. എന്തായാലും മടങ്ങുന്നതിന് മുമ്പും അദ്ദേഹം നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും വളരെ വലിയ രൂക്ഷമായ വിമർശനമെല്ലാം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. ഈ ജൂൺ 4-ന് മോദി സർക്കാർ അധികാരത്തിൽ വരില്ല എന്നുള്ളതായിരുന്നു കെജ്രിവാൾ പറഞ്ഞത്. എക്സിറ്റ് പോളുകൾ എല്ലാത്തിന്റെയും വ്യാജമാണ്. ഒരു എക്സിറ്റ് പോൾ രാജസ്ഥാനിൽ BJPക്ക് 33 സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ അവിടെ രാജസ്ഥാനിൽ ആകെ 25 സീറ്റ് മാത്രമേ ലോക്സഭാ സീറ്റുകളുള്ളൂ. അത്തരത്തിൽ BJPക്ക് വേണ്ടിയുള്ള എക്സിറ്റ് പോളുകളാണെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, വോട്ടെണ്ണലിന് 3 ദിവസം മുമ്പ് ഇത്തരത്തിൽ വ്യാജ എക്സിറ്റ് പോളുകൾ നടത്തുന്നത് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം കാണിക്കാനെന്ന ഒരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. മാത്രമല്ല, തനിക്കെതിരെ ഇപ്പോഴും തെളിവില്ലെന്നും അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയും തനിക്കെതിരെ ഒരു തെളിവും തന്റെ പക്കലില്ലെന്ന് പ്രധാനമന്ത്രി മോദി തന്നെ അംഗീകരിച്ചാണെന്നും ഇത്തരത്തിൽ കെജ്രിവാൾ പറയുകയും ചെയ്തു. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ രാജ്ഘട്ടിലും ഹനുമാൻ മന്ദിറിലും എല്ലാം തന്നെയും സന്ദർശനം നടത്തിയ ശേഷമാണ് അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിലെത്തുകയും അവിടെ നിന്നും പ്രവർത്തകരാണ് അദ്ദേഹത്തെ ജയിലിലേക്ക് അനുഗമിച്ചത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം 21 ദിവസത്തെ ഇടക്കാല ജാമ്യ കാലാവധി അവസാനിച്ചു തുടർന്ന് അദ്ദേഹം മടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഇടക്കാല ജാമ്യം നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജി ഇനിയിപ്പോൾ വിചാരണ കോടതി ഈ 7-ാം തീയതി വീണ്ടും പരിഗണിക്കുകയും ചെയ്യും.